بسم الله الرحمن الرحيم ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൽ ബാബു ഷഫാഅത്തിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അതിൽ ഷഫാഅത്തിൽ ദീനിൽ സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, ദീൻ എതിർത്ത നിരാകരിച്ച ഷഫാഅത്ത്, ഇവകളാണ് വിശദീകരിച്ചത്. ഇന്ന് കിതാബ് തൗഹീദിലെ അടുത്ത അധ്യായം ബാബു ഖൗലില്ലാഹി തആല ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. ഈ ആയത്തിനെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള അധ്യായമാണ്. അതിൽ ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. ഷെയ്ഖ് പറയുന്നു, വഫി സഹീഹ് അൻ ഇബ്നുൽ മുസയ്യിബ് അൻ അബീഹി ഖാല ലമ്മ حضرت أبا طالب الوفاة جاءه رسول الله صلى الله عليه وسلم وعنده عبد الله ابن أبي أمية وأبو جهل فقال له رسول الله صلى الله عليه وسلم يا عم قل لا إله إلا الله
കലിമത്തുൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ് ഫഖാല ലഹു അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ് فأعاد عليه النبي صلى الله عليه وسلم فأعاد فكان آخر ما قال هو على ملة عبد المطلب وأبى أن يقول لا إله إلا الله فقال النبي صلى الله عليه وسلم لأستغفرن لك ما لم أنه عنك فأنزل الله عز وجل ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى وأنزل الله تبارك وتعالى في أبي طالب إنك لا تهدي من أحببت ولكن الله يهدي من يشاء. ഹിദായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. തൗഹീദുമായി അതിനുള്ള ബന്ധം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബിക്ക് ഹിദായത്തേകുവാൻ ആവുകയില്ല എന്ന് അറിയിക്കുകയാണ്. ഇന്നക ലാ തഹ്ദി, തീർച്ചയായും നിങ്ങൾ ഹിദായത്തിലാക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹിദായത്തിനെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബി ഉടമപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതാണ് ആ ഹിദായത്ത്, അതിൻ്റെ വിഷയങ്ങൾ എന്തെന്നുള്ളത് വഴിയെ ഉണർത്താം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹിദായത്തേകുകയില്ല എന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്ത് ഉടമപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. തിരുനബി അഫ്ദലുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. സയ്യിദ് വലദി ആദമാണ്, ആദം സന്തതികളിൽ നേതാവാണ്. അഫ്ദലുൽ അംബിയായി വർ റസുൽ, നബി പുങ്കവന്മാരിലും മുർസലീങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠനാണ്. അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫ, ആദ്യത്തെ ശുപാർശകനും ആദ്യം ശുപാർശക്ക് അനുവാദം നൽകപ്പെടുന്നവനുമാണ്. അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബർ പിളർന്ന് ആദ്യമായി അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തിത്വമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിത്വമാണ്. ഈ മഹത്വ ഗുണങ്ങളൊക്കെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്ത് അരുളുക എന്നതിനെ ഉടമപ്പെടുത്തിയിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തവർ ആ ഹിദായത്തിനെ തീർത്തും ഉടമപ്പെടുത്തുന്നില്ല. ഹിദായത്ത് ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. എങ്കിൽ പൂർണ്ണനായ സമ്പൂർണനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് ആളുകൾ ആശ്രയിക്കേണ്ടത്. ആ അല്ലാഹുവിനോട് മാത്രമാണ് അവർ പ്രാർത്ഥിക്കേണ്ടത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് അവർ ഇബാദത്തുകൾ കൊണ്ട് പ്രത്യേകമാക്കേണ്ടത്. അല്ലാഹുവിനോട് തുല്യമായി യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ യാതൊന്നിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ പോലും അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുവാൻ പാടുള്ളതല്ല എന്നതാണ് ഈ അധ്യായം അതിലൂടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുവാൻ, തൗഹീദിൻ്റെ വകുപ്പിൽ നമ്മളെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ലൈസ ലക മിനൽ അംരി ഷൈഉൻ, കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊന്നുമേ നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ ഉദാഹരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തക്കാർക്ക്, തൻ്റെ അടുപ്പക്കാർക്ക്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, സഫിയ റളിയല്ലാഹു തആല അൻഹ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങി സ്വന്തക്കാരുടെ വിഷയത്തിൽ വരെ യാതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രമാണവചനങ്ങൾ പറഞ്ഞതായ ഭാഗങ്ങൾ നമ്മൾ ഇവിടെ
മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും തേടുകയും ചെയ്യുക? ഇതാണ് ഇവിടെ ഷെയ്ഖ് ഈ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അധ്യായത്തിൽ പറയുന്നത് ബാബു ഖൗലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഏതാണ് ആ വചനം? ഇന്നക ലാ തഹ്ദി, തീർച്ചയായും താങ്കൾ ഹിദായത്തിലാക്കുകയില്ല, മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ, വലാകിന്നല്ലാഹ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഈ ആയത്ത് അവതീർണമായത് അബൂ താലിബിൻ്റെ വിഷയത്തിലാണ്. സഹീഹുൽ ബുഖാരിയിൽ ആ വിഷയത്തിൽ വന്ന അസറിനെയാണ് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. ഇന്നക, തീർച്ചയായും താങ്കൾ, ലാ തഹ്ദി, ഹിദായത്തിലാക്കുകയില്ല, മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ, വലാകിൻ അല്ലാഹ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരുനബി ഇഷ്ടപ്പെടുന്ന ആളുകളെ വരെ തിരുനബിക്ക് ഹിദായത്തിലാക്കാനാവുകയില്ല. ഹിദായത്ത് അരുളുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ഇവിടെ ഹിദായത്ത് എന്താണ്? അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത ഹിദായത്ത് ഏതാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുന്ന ഹിദായത്ത് ഏതാണ്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിദായത്ത് രണ്ടുണ്ട്. ഒന്ന് ഹിദായത്തു തൗഫീഖി വൽ ഇൽഹാം, അള്ളാഹുവിൽ നിന്നുള്ള ഉദവിയും അള്ളാഹുവിൽ നിന്നുള്ള ബോധനവും, അതിലൂടെയുള്ള ഹിദായത്ത്, തൗഫീഖിൻ്റെയും ഇൽഹാമിൻ്റെയും ഹിദായത്ത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സഹായം നിശ്ചയിക്കും. എന്തിന്? ഹിദായത്ത്, സത്യം ഉൾക്കൊള്ളുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദാസന്മാരുടെ ഹൃദയത്തിൽ സത്യം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമുള്ള എളുപ്പവും തൗഫീഖും അരുളും. ഇതാണ് ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം. അത് അള്ളാഹു ആർക്കാണോ കനിഞ്ഞത് അവർക്ക് ലഭിക്കും. അള്ളാഹു ആർക്കാണോ അത് തടഞ്ഞത് അയാൾ ഹിദായത്ത് നിഷിദ്ധമാക്കപ്പെട്ടവനാണ്. അപ്പം സത്യം കബൂലാക്കുവാനുള്ള ഈ ഒരു എളുപ്പവും ഉദവിയും ഇത് ഒരാൾ ഉടമപ്പെടുത്തിയിട്ടില്ല പടപ്പുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും. ഇത് ആരുടേത് പ്രത്യേകമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അതാണ് ഹിദായത്തു തൗഫീഖി വത്തഈദി വൽ ഇൽഹാം എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബി ഇഷ്ടപ്പെടുന്നവരുടെ വിഷയത്തിൽ വരെ ഉടമപ്പെടുത്തിയിട്ടില്ല. അതാണ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ വരെ ഹിദായത്തിലാക്കുവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ സത്യം സ്വീകരിക്കുവാനുള്ള ഉദവി, തൗഫീഖ്, ശക്തിപ്പെടുത്തൽ, സഹായമേകൽ അത് താങ്കൾ ഉടമപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. രണ്ടാമത്തെ ഹിദായത്ത് അത് ഹിദായത്തുൽ ദലാലത്തി വൽ ഇർഷാദാണ്. തെളിവ് കാണിച്ചു കൊടുക്കുക, മാർഗനിർദ്ദേശം നൽകുക, അങ്ങനെ വഴി കാണിക്കൽ. അത് രണ്ടാമത്തെ ഹിദായത്താണ്, ഹിദായത്തുൽ ദലാലത്തി വൽ ഇർഷാദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കുവാനും മാർഗനിർദ്ദേശം നൽകുവാനും സാധിക്കും. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കും, തിരുനബി അല്ലാത്തവർക്കും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്നക ലതഹ്ദി, വ ഇന്നക, പ്രവാചകരെ താങ്കൾ, ലതഹ്ദി, താങ്കൾ മാർഗം കാണിക്കുന്നു.
ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്തില്ല, അള്ളാഹുവിൻ്റെ മാർഗമായ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേർമാർഗത്തിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക്. അപ്പോൾ ഇവിടെ ഇന്നക ലതഹ്ദി, നിങ്ങൾ മാർഗം കാണിക്കുന്നു, ഇലാ സിറാത്തി മുസ്തഖീം, നേർമാർഗത്തിലേക്ക്. ഇവിടെ തിരുനബി ലതഹ്ദി, മാർഗം കാണിക്കുന്നു എന്നാണ്. ആദ്യത്തെ ആയത്തിലോ ഇന്നക ലാ തഹ്ദി, നിങ്ങൾ മാർഗം കാണിക്കുകയില്ല എന്നാണ്. അപ്പോൾ രണ്ടായത്തിൽ, ആദ്യത്തെ ആയത്തിൽ നിങ്ങൾ മാർഗം കാണിക്കുകയില്ല, ഹിദായത്തേകുകയില്ല. രണ്ടാമത്തേതിൽ നിങ്ങൾ ഹിദായത്തേകുന്നു. രണ്ട് ഹിദായത്ത് വേറെയാണ്. ഒന്ന് ഹിദായത്ത് തൗഫീഖി വതഈദി വൽ ഇൽഹാം, സത്യം സ്വീകരിക്കുവാൻ, ഹിദായത്ത് ഉൾക്കൊള്ളുവാൻ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖും തഈദുമാണ്, ശക്തിപ്പെടുത്തലാണ്, ഹൃദയത്തിൽ നൽകുന്ന സഹായമാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്തിയിട്ടില്ല. അതാണ് ആദ്യത്തെ ആയത്ത് കൈകാര്യം ചെയ്യുന്നത്, സൂറത്ത് ഖസസിലെ ആയത്ത്. എന്നാൽ സൂറത്ത് ശൂറയിലെ 52-ാമത്തെ ആയത്ത് വ ഇന്നക ലതഹ്ദി, നിങ്ങൾ മാർഗം കാണിക്കുന്നു, ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗമായ സിറാത്തുൽ മുസ്തഖീമിലേക്ക്. ഈ സൂറത്ത് ശൂറയിലെ 52-53-ാമത്തെ ആയത്ത്, അതിൽ പറയുന്ന ഹിദായത്ത്, അത് ഹിദായത്തു ദലാലത്തി വൽ ഹുജ്ജത്തി വൽ ഇർഷാദ്, തെളിവ് കാണിച്ചു കൊടുക്കുക, പ്രമാണം അവതരിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ മാർഗനിർദ്ദേശം നൽകുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്തിയതാണ്. തിരുനബി അല്ലാത്തവരും ഈ ഹിദായത്തിനെ ഉടമപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമ അൻത മുൻദിർ വലികുല്ലി ഖൗമിൻ ഹാദ്, സൂറത്തുൽ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നമ അൻത മുൻദിർ, തിരുനബിയോട് പറയാണ്, താങ്കൾ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. വലികുല്ലി ഖൗമിൻ, എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട് ഹാദ്, ഹാദ് എന്നാൽ ഹാദി, മാർഗം കാണിക്കുന്നവൻ, അവരെ നേർവഴിയിലേക്ക് തെളിക്കുന്നവൻ, നയിക്കുന്നവൻ എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഹിദായത്ത് രണ്ട് നിലക്കുണ്ട്. അതിൽ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം മിൽക്കാക്കിയ ഹിദായത്താണ്. ആ ഹിദായത്താണ് ആളുകൾക്ക് തൗഫീഖ് അരുളുക, ആളുകൾക്ക് ശക്തി തഈദ് നൽകുക, ആളുകൾക്ക് ബോധനമേകുക, സത്യം സ്വീകരിക്കുവാൻ അവരുടെ ഹൃദയങ്ങളിൽ. അതാണ് ഹിദായത്ത് തഈദി വ തൗഫീഖി വൽ ഇൽഹാം. അത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തിരുനബി ഉടമപ്പെടുത്തിയിട്ടില്ല, തിരുനബിക്കില്ല എന്ന് പറയുകയാണ്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കുവാൻ സാധിക്കുകയില്ല. പിന്നെയോ വലാകിൻ അല്ലാഹ്, എന്നാൽ അള്ളാഹു യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞു, ഈ സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത് ഇറങ്ങുവാൻ അതിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അതെന്താ? വഫി സഹീഹ്, അതാണ് ഈ അധ്യായത്തിൽ കൊടുക്കുന്ന അസർ. വഫി സഹീഹ്, സഹീഹുൽ ബുഖാരിയിൽ, അതുപോലെ ഇമാം മുസ്ലിമും സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻ ഇബ്നുൽ മുസയ്യിബ് അൻ അബീഹ്, ഇബ്നുൽ മുസയ്യിബിൽ നിന്ന്, അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന്, അഥവാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന്. എന്താ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലമ്മ ഹദറത് അബൂ താലിബിനിൽ വഫ, അബൂ താലിബിന് വഫാത്ത്, മരണം ആസന്നമായപ്പോൾ, ലമ്മ ഹദറത്, ആസന്നമായപ്പോൾ, അബൂ താലിബിൻ അൽ വഫ, മരണം. ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ താലിബിൻ്റെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. വഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട്, അഥവാ അബൂ താലിബിൻ്റെ അടുക്കലുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ, അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയും വ അബൂജഹലും. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലഹു എന്ന് പറഞ്ഞാൽ അബൂ താലിബിനോട് പറഞ്ഞു, യാ അമ്മ പിതൃവ്യ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. ഇവിടെ സഈദ് ബിൻ മുസയ്യിബ്, ഹദീസിൻ്റെ റാവി, താബിഈങ്ങളുടെ സയ്യിദ്, നേതാവ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. ലമ്മ ഹദറത്ത് അബൂ താലിബ്, അബൂ താലിബിൻ്റെ അടുത്ത് ആസന്നമായപ്പോൾ, അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്, എളാപ്പയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ വാപ്പ അബ്ദുള്ള മരണപ്പെട്ടിട്ട് റസൂലുള്ള യതീമായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം മാതാവിങ്കലായിരുന്നു. 6-ാമത്തെ വയസ്സിൽ മാതാവ് ആമിന മരണപ്പെട്ടതിൽ പിന്നെ തിരുനബിയെ സംരക്ഷിച്ചത് അബ്ദുൽ മുത്തലിബാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അതിൽ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണവും
തിരുനബിയെ പോറ്റി വളർത്തലും ആ ബാധ്യത ഏറ്റെടുത്തത് അബൂ താലിബായിരുന്നു. അബൂ താലിബ് തിരുനബിയെ 8ാമത്തെ വയസ്സിൽ ഏറ്റെടുത്ത് തിരുനബിയുടെ 50ാമത്തെ വയസ്സ് വരെ നീണ്ട 42 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച വ്യക്തിത്വമാണ് അബൂ താലിബ്. 42 വർഷം എന്ന് പറഞ്ഞാൽ അത് നീണ്ട ഒരു കാലമാണ്. കാരണം 8ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിയെ ഏറ്റെടുത്ത്, എന്നിട്ട് അബൂ താലിബ് മരണപ്പെടുന്നത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിലാണ്. നുബുവത്ത് കിട്ടി 10ാമത്തെ വർഷം. അതുകൊണ്ടാണ് ആ 50ാമത്തെ തിരുനബിയുടെ വയസ്സിൽ അബൂ താലിബ് മരണപ്പെട്ട് അതിനെ തുടർന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയും വഫാത്തായി. ആ വർഷത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിൻ്റെ വർഷം എന്ന് പേര് വരുന്നത്. കാരണം അബൂ താലിബ് മരണപ്പെടുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ കൈവെക്കാൻ മുശ്രിക്കുകൾക്ക് കൂടുതൽ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അബൂ താലിബ് മരണപ്പെട്ടതിൽ പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനുള്ള ഹീനശ്രമങ്ങൾ വരെ മുശ്രിക്കുകൾ നടത്തിയത്. ഏതായാലും അബൂ താലിബിൻ്റെ സംരക്ഷണം, സ്വന്തം മക്കൾ, അബൂ താലിബിൻ്റെ മക്കളാണ് ജഅഫർ, അലി, അഖീൽ തുടങ്ങിയവരൊക്കെ. ഈ മക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരുന്നു അബൂ താലിബ് കൂടുതൽ പരിഗണിച്ചിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അബൂ താലിബിന് വലിയ ശ്രദ്ധയായിരുന്നു എല്ലാ വിഷയങ്ങളിലും. ഏതായാലും ഈ അബൂ താലിബിന് മരണമാസന്നമായപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാണ്. കാരണം എന്താ, അബൂ താലിബ് ഇസ്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്ലാം ഉൾക്കൊണ്ടിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പുറമെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെയാണ് മരണാസന്നനായിട്ട് കിടക്കുന്നത്. അബൂ താലിബ് സത്യം ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ല സത്യം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. വലഖദ് അലിംതു, അബൂ താലിബ് പറയാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, തീർച്ചയായും അള്ളാഹുവാണ് സത്യം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി, മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ, ഞാൻ അള്ളാഹുവാണ് സത്യം എന്ന് പറയാൻ കാരണം വലഖദ് എന്നുള്ളിടത്ത് ലഖദ് എന്നുള്ളതിൽ ലാമുൽ ഖസമാണ്. അവിടെ ഒരു സത്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ അത് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, മനുഷ്യന്മാർക്ക് കണ്ട മതങ്ങളിൽ ഏറ്റവും ഉത്തമമായ മതമാണ്, ശ്രേഷ്ഠമായ മതമാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇത് അബൂ താലിബിൻ്റെ വരികളാണ്. എന്നിട്ട് പറയാണ്, ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീന. ലൗലൽ മലാമ, ആക്ഷേപം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഔ ഹദാരി മസബ്ബത്തി, എന്നെ ജനങ്ങൾ കുത്തിപ്പറയും എന്നുള്ളത് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ, അതായത് ഞാൻ മുഹമ്മദിനെ ഉൾക്കൊണ്ട് ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ആളുകൾ സമൂഹത്തിൽ എന്നെ ആക്ഷേപിക്കും, കുത്തിപ്പറയും, ഇത് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീന, മുഹമ്മദ് കൊണ്ടുവന്നതായ ദീനിൽ ഞാൻ അതിന് കീഴൊതുങ്ങുന്നവനായി, അതിനു മുന്നിൽ വിനയാനിതനാകുന്നവനായി, ഇസ്ലാം സ്വീകരിക്കുന്നവനായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നു എന്നാണ് അബൂ താലിബ് പറഞ്ഞത്. അപ്പോൾ അബൂ താലിബ് കുഫറിലാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തിരുനബി അബൂ താലിബിന് വഫാത്ത് സമയമായപ്പോൾ ലമ്മ ഹദറത്ത് അബൂ താലിബ് അൽ വഫ ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിൻ്റെ അടുക്കൽ വന്നു. വഇൻദഹു, അബൂ താലിബിൻ്റെ അടുക്കലുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ വ അബൂ ജഹൽ. അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ സമയം ഇസ്ലാമിലല്ല, കുഫറിലാണ്, മുശ്രിക്കിൻ്റെ നേതാവാണ്. പിന്നീട് ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ഉണ്ട്, അബൂ ജഹലുണ്ട്. അബൂ ജഹൽ എന്ന് പറഞ്ഞാൽ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ, അംർ ഇബ്നു ഹിഷാം, അബുൽ ഹകം. പക്ഷേ ജഹലിൻ്റെ അബാണ് ആര്, അബൂ ജഹൽ എന്ന അംർ ഇബ്നു ഹിഷാം. അപ്പോൾ ഈ അബൂ ജഹലും ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയും അബൂ താലിബിൻ്റെ അരികിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഈ അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അബൂ താലിബിൻ്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ്, അവർ ഇസ്ലാം സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത മഹദിയാണ് ഫാത്തിമ ബിൻത് അസദ്, അബൂ താലിബിൻ്റെ ഭാര്യ. പിന്നെ അബൂ താലിബിൻ്റെ മക്കൾ ജഅഫർ, അഖീൽ, അലി തുടങ്ങിയവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നവരാണ്. ഏതായാലും അബൂ താലിബിൻ്റെ ആ മരണവേളയിൽ ഫഖഅല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറഞ്ഞു, യാ അം, പിതൃവ്യ. ഇവിടെ യാ അം എന്ന് പറഞ്ഞ്, അം പറഞ്ഞാൽ എന്താ, പിതൃ സഹോദരനാണ്.
അപ്പോൾ കാഫിറായ ഒരു വ്യക്തി അടുത്ത ബന്ധുവാണ് എങ്കിൽ അയാളെ ഇவ்விധം വിളിക്കാൻ പറ്റുമോ? ഇപ്പോൾ എളാപ്പ കാഫിറാണ് ഒരാളുടേതെങ്കിൽ എളാപ്പ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരാളുടെ വല്യാപ്പ കാഫിറാണ് എങ്കിൽ അയാളെ വല്യാപ്പ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരാളുടെ വല്യമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല എങ്കിൽ അവരെ വല്യമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാം എന്നുള്ളതിന് തെളിവാണിത്. യാ അം. റസൂൽ അവിടെ എന്താ വിളിച്ചത്? അമ്മ എന്നാണ്. പറയുമ്പോൾ അബൂ താലിബ് കാഫിറാണ്. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രത്യേകത? കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് വചനം, ഉഹാജു ലക ബിഹ അതുകൊണ്ട് ഞാൻ സംസാരിക്കാം, ലക താങ്കൾക്ക് വേണ്ടി, ഉഹാജു ഞാൻ സംസാരിക്കും, ലക താങ്കൾക്ക് വേണ്ടി, ബിഹ അതുകൊണ്ട്, ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മസ്അല, മരണാസന്നനായ ഒരു വ്യക്തി തൗബ ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത് അയാൾക്ക് ഗുണം ചെയ്യുമോ? തൗബയും ലാ ഇലാഹ ഇല്ലല്ലാഹയും ഒരാളുടെ തൗബ അയാൾക്ക് ഉപകാരപ്പെടാതിരിക്കൽ എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ബലു സ്വീകരിക്കും തൗബത്തൽ അബ്ദ് ഒരു ദാസന്റെ തൗബ എപ്പോൾ? മാ ലം യുഗർഗിർ അവൻ ഗർഗറ പറയാത്തിടത്തോളം കാലം. അപ്പോൾ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി ഗർഗറ പറയുന്ന എന്നാണ് ആത്മാവ് തൊണ്ടയിലെത്തിയിട്ട് അവിടെ കിടന്ന് കളിക്കണ ആ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിലാണ് തൗബ തിരസ്കരിക്കപ്പെടുക. അതുവരെ തൗബ സ്വീകരിക്കും മരണാസന്നനായാലും. എന്നാൽ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് തൗബയുടെ കവാടം അടക്കപ്പെടുക. അപ്പോൾ ഇവിടെ മരണാസന്നനായിട്ടുണ്ട്, പക്ഷേ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവാനും തൗബ ചെയ്യാനും എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. സഹീഹുകളിൽ വാരിദായ സംഭവത്തിൽ ഫിർഔനിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങിത്താകണ സമയം എന്താ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നറിയോ? അതായത് ഫിർഔൻ വെള്ളത്തിൽ മുങ്ങാണ്. ആ സമയം ഫിർഔന് പറഞ്ഞത് എന്താ? ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ എന്നാണ്. വെള്ളത്തിൽ മുങ്ങുക, നാശത്തോട് അടുക്കുകയാണ്. അപ്പൊ പ്രഖ്യാപിക്കുകയാണ് ഫിർഔൻ ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. ഇസ്രായീൽ വിശ്വസിച്ച ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹിഹായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ എന്താ ചെയ്തത്? റസൂലുള്ളാഹിനോട് പിന്നീട് ജിബ്രീൽ പറയാണ്, ഞാൻ സമുദ്രാഴിയിലെ ചളി വാരിയിട്ട് ഫിർഔന്റെ തൊള്ളയിൽ തിരികെയായിരുന്നു എന്ന്. സമുദ്രത്തിന്റെ ആഴിയിൽ നിന്നുള്ള ചളി വാരി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ തൊള്ളയിൽ തിരികെയായിരുന്നു. എന്തിന്? ഫിർഔൻ ഇത് പറയാതിരിക്കാൻ. ഏത്? ഈ ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ മഖാഫത അൻ തുദ്രികഹുർ റഹ്മ. അതാണ് ജിബ്രീൽ പറഞ്ഞത്. അതായത് ആ സമയത്ത് ഫിർഔൻ ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഫിർഔനെ പിടികൂടുമോ, അള്ളാഹിൻ്റെ കാരുണ്യം ഫിർഔന് ലഭിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ചളി വാരിയിട്ട് അവൻ്റെ തൊള്ളയിൽ തിരികിയത് എന്നാണ്. അപ്പം നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലാണ്. ഏതൊരു ദാസനായാലും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അയാളെ തേടിയെത്തും എന്ന ഒരു വിഷയം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔന് ഹിദായത്ത് നിശ്ചയിച്ചിട്ടില്ല. ആ റഹ്മത്ത് അള്ളാഹു ഫിർഔന് ഏകിയിട്ടുമില്ല. ഫിർഔൻ്റെ നാശം അള്ളാഹു ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് ഗർഗറ പറയുന്ന സമയമായ പിന്നെ തൗബയുടെ വാതിലടഞ്ഞ് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലം ചെയ്യില്ല. അതുവരെ മരണാസന്നനായാലും അയാളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് ഉപകരിക്കും എന്നതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
അപ്പോൾ അതുകൊണ്ടാണ് തിരുനബി പറഞ്ഞത് യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. ഫഖാല ലഹു, ഈ തരുണത്തിൽ ഖാല അവർ രണ്ടുപേരും പറഞ്ഞു. അബ്ദുള്ള ഇബ്നു അബി ഉമയ്യയും അബൂജഹലും പറഞ്ഞു ലഹു അബൂ താലിബിനോട്, അതർഗബ് അം മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അതർഗബ് അബൂ താലിബ് നിങ്ങൾ വിമുഖനാവുകയാണോ, അതൃപ്തനാവുകയാണോ, അം മില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെ തൊട്ട്, അഥവാ അബ്ദുൽ മുത്തലിബിന്റെ ആദർശത്തിൽ നിന്ന് നിങ്ങൾ വിമുഖനാവുകയും അതൃപ്തനാവുകയുമാണോ എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടേ എന്ന അർത്ഥത്തിൽ അവർ സംസാരിച്ചു. ഫഅആദ അലൈഹി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് വീണ്ടും പറഞ്ഞു യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിതൃവ്യ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ഫഅആദ, അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യയും അബൂജഹലും അവരും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതർഗബ് അം മില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് നിങ്ങൾക്ക് വേണ്ടേ, അതിൽ നിന്ന് നിങ്ങൾ വിമുഖനാവുകയാണോ അതൃപ്തനാവുകയാണോ എന്ന് അവരും ആവർത്തിച്ച് പറഞ്ഞു. ആ മരിക്കണ നേരത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചീത്ത കൂട്ടുകെട്ടുണ്ടാക്കുന്ന ദുരന്താണ്. അതായത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുരുന്നുകാലം മുതൽ വളർത്തി വലുതാക്കി 50-ാമത്തെ വയസ്സ് വരെ അബൂ താലിബ് തിരുനബിയോടൊട്ടിയാണ് ജീവിക്കുന്നത്. തിരുനബിയുടെ രാവും പകലും അകവും പുറവും ഒരുപോലെ അറിയുന്ന ആളാണ് അബൂ താലിബ്. അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെല്ലാം ഹക്കാണ് എന്നുള്ളത് ഉറപ്പായും അറിയുന്ന ആളാണ് അബൂ താലിബ്. ഈ തിരുനബി തന്നോട് ഗുണകാംക്ഷിയാണ് എന്നുള്ളത് അബൂ താലിബിന് അറിയാം. എനിക്ക് അനുഗ്രഹമായത് എന്നോട് പറയൂ എന്നുള്ളതും അബൂ താലിബിന് അറിയാം. പക്ഷെ ചീത്ത കൂട്ടുകെട്ട് വന്ന് ചെവിയിൽ മന്ത്രിച്ചപ്പോൾ നല്ല ബന്ധവും നല്ല സഹകരണവും അത് ഫലപ്പെട്ടില്ല എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടല്ല, ഏതെങ്കിലും ഒരു ബന്ധമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. അതതിൻ്റെ രാവും പകലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അബൂ താലിബ് അലിയിനെ, അഖീലിനെ, അതേപോലെ തന്നെ ജാഫറിനെ അവരൊക്കെ എന്ത് ചെയ്യും, വിരിപ്പിൽ കിടത്തിയിട്ട് അവരുറക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവരെ കൂടെ കിടത്തും. എന്നിട്ട് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ ആ കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ട് അബൂ താലിബ് തൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിനെ കിടത്തുന്നതാണ്. ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ആ കുട്ടിക്ക് ഏൽക്കരുത് എന്ന് വിചാരിച്ചിട്ട്. അത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അബൂ താലിബാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോടും അങ്ങനെയാണ്. നോക്കി നിങ്ങൾ, ഇത്ര അധികം ബന്ധം ഊട്ടപ്പെട്ടതാണ്. എന്നിട്ടും ചീത്ത കൂട്ടുകെട്ടാണ്. രോഗം പടരാൻ പ്രയാസമാണ്, ആരോഗ്യം പടരാൻ പ്രയാസമാണ്, രോഗം പടരാൻ എളുപ്പമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം അവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആരോഗ്യമാണുള്ളത്, പക്ഷേ ആ ആരോഗ്യം അബൂ താലിബിന് പടർത്താൻ പ്രയാസമായി. എന്നാൽ അബൂജഹലിൻ്റെ അടുക്കലും അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യൻ്റെ അടുക്കലും രോഗമാണുള്ളത്, പക്ഷേ രോഗം പെട്ടെന്ന് പടർത്താൻ അവർക്ക് പറ്റി. അപ്പം രോഗമുള്ള കൂട്ടുകാരെ, ചീത്ത കൂട്ടുകാരെ, ഷിർക്കും കുഫറും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുള്ള കൂട്ടുകാരെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ആ രോഗം പെട്ടെന്ന് നമ്മളിലേക്ക് പടരുകയും അത് ഏശുകയും ചെയ്യും എന്നതിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷേ അബൂ താലിബിനെ ഹിദായത്തിലാക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചില്ല. അബൂജഹലും അബ്ദുല്ലാഹ് ഇബ്നു അബി ഉമയ്യയും പണിയെടുത്തു. അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രവർത്തനം അബൂ താലിബിൽ ഫലിച്ചു. എന്താ സംഭവിച്ചത്? ഫകാന ആഖിറ മാ ഖാൽ, അബൂ താലിബ് അവസാനമായി പറഞ്ഞത് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണ് എന്നാണ്. മുത്തലിബിൻ്റെ മില്ലത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അബൂ താലിബ് മരിച്ചതാണ് അവസാനത്തെ വചനം. വ അബ അൻ യഖൂൽ, അബൂ താലിബ് പറയുവാൻ വിസമ്മതിച്ചു. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വിസമ്മതിച്ചു. അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അബൂ താലിബ് മരിച്ചത്. അതിനെന്ത് മനസ്സിലായി? അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് ഏതാ?
അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് കുഫറിൻ്റെ മില്ലത്താണ്, ഷിർക്കിൻ്റെ മില്ലത്താണ്. ആ മില്ലത്തിൽ മരിച്ചവർ കുഫറിലാണ്, ഷിർക്കിലാണ്. അപ്പോൾ ഷിർക്കും കുഫറും ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ഇനി എത്ര മഹത്തരമായാലും അയാൾക്ക് അതുകൊണ്ട് ഫലമില്ല എന്നുള്ളതിൻ്റെ ചരിത്രം കൂടിയായി. ഒന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ വിഷയം. അബ്ദുൽ മുത്തലിബ് ആരാ? അബ്ദുൽ മുത്തലിബ് മക്കയുടെ നേതാവായിരുന്നു, കഅബത്തിൻ്റെ പരിപാലകനായിരുന്നു. കഅബത്തിൻ്റെയും മക്കയുടെയും ഹാജിമാരുടെയും ഒക്കെ പരിപാലകനാണ്. അങ്ങനെയുള്ള അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും എത്ര പ്രശസ്തമാണ്, എത്ര കേൾവിയുള്ളതാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ ദുമാമ ഇബ്നു സാലബൻ്റെ സംഭവത്തിൽ ദുമാമ വരികയാണ്, അറബി, ബദവി, ആറാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനായ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ ഇവിടെ നിന്നോളി, ഞാനൊന്ന് പോയി അന്വേഷിച്ച് വരട്ടെ എന്നിട്ടാണ് ദുമാമ വരുന്നത്, ദുമാം ഇബ്നു സാലബ വരുന്നത്. തൻ്റെ ഒട്ടകപ്പുറത്ത് വരിക, പാറി പറന്ന മുടിയും അതേപോലെ തന്നെ ഒരു ഗ്രാമീണ അറബിയുടെ മുഴുവൻ തനിമയിലാണ് വരുന്നത്. അങ്ങനെ ഒട്ടകപ്പുറത്ത് വന്ന് ആ ഒട്ടകപ്പുറത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് കയറി, എന്നിട്ട് ഒട്ടകത്തിൻ്റെ പള്ളിൻ്റെ ഉള്ളിൽ മുട്ടുകുത്തിച്ച് അതിനെ പള്ളിയിലോരോടുത്ത് ബന്ധിച്ച് എന്നിട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മൻ മിൻകും മുഹമ്മദ്, നിങ്ങൾ ആരാണ് മുഹമ്മദ്? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്, ആ വെളുത്ത ചാരി ഇരിക്കുന്ന വ്യക്തിയാണ്, മനുഷ്യനാണ് മുഹമ്മദ്. അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണ് മുഹമ്മദ്? ചോദിക്കുകയാണ്, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദ് ആണെന്നാണ് ചോദിച്ചത്. ആര്? ദുമാം ഇബ്നു സാലബ എന്ന് പറയുന്ന ആറാബി. മുഹമ്മദ് ഇബ്നു അബ്ദുല്ല എന്നല്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആണെന്നല്ല ചോദിച്ചത്. പിന്നെയോ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദ് ആണെന്നാണ് ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ പേരും പ്രശസ്തി അങ്ങനെയാണ്. അങ്ങനെയുള്ള അബ്ദുൽ മുത്തലിബിന് എന്തുകൊണ്ടാണ് പേരും പ്രശസ്തിയും കിട്ടിയത്? അത്ര നല്ല സേവകനായിരുന്നു, സംരക്ഷകനായിരുന്നു, കഅബയെ പരിപാലിക്കുന്നവനായിരുന്നു, ഹാജിമാരെ വിരുന്നൂട്ടുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ്. എന്നിട്ട് ആ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് അതേത് മില്ലത്താ? കുഫറിൻ്റെ മില്ലത്താ, ഷിർക്കിൻ്റെ മില്ലത്താ. കാരണം എന്താ? വിശ്വാസം അവരുടേത് ശുദ്ധമായിരുന്നില്ല, തൗഹീദിൻ്റെ വിശ്വാസമായിരുന്നില്ല എന്നുള്ളതാണ്. ആ മില്ലത്തിൽ അബൂ താലിബ് മരണപ്പെട്ട്, അതുകൊണ്ട് അബൂ താലിബിൻ്റെ അവസ്ഥ എന്താ? അബൂ താലിബ് എത്ര നല്ല സേവന പ്രവർത്തകനാ, സന്നദ്ധ പ്രവർത്തകനാ. അബൂ താലിബ് നിർവഹിച്ചതുപോലുള്ള സേവന പ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനവും ആർക്ക് നിർവഹിക്കാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച വിഷയം പറഞ്ഞില്ലേ, നീണ്ട 42 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്നു അബൂ താലിബ്. വിശിഷ്യ നുബുവത്ത് കിട്ടിയതിന് ശേഷമുള്ള 10 വർഷം, 40-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി, 50-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. ആ 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചതിൽ, സഹായിച്ചതിൽ വലിയ പങ്കാണ് അബൂ താലിബിനുള്ളത്. അബൂ താലിബ് മരണപ്പെട്ടതിൽ പിന്നെയാണ് ഖുറൈശികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അവർക്ക് തോന്നിയ വിധം കൈയ്യേക്കാൻ തുടങ്ങിയത്. അത്രമാത്രം അബൂ താലിബ് സേവകനായിരുന്നു. പക്ഷേ സേവന പ്രവർത്തനങ്ങളെയും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളെയുമൊക്കെ അഖീദയുടെ, ആദർശത്തിൻ്റെ, തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ പോഷിപ്പിച്ചിട്ടില്ല എങ്കിൽ, അതിനെ പടുത്തുയർത്തിയിട്ടില്ല എങ്കിൽ അതെല്ലാം അതിൻ്റെ ആളുകൾക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് അബൂ താലിബിൻ്റെ വിഷയം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ബാസും അതേപോലെ തന്നെ മറ്റുമൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട്. എന്തേ അറിയോ? സഹീഹ് ആയി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലെ, അബൂ താലിബ് നിങ്ങൾക്ക് വലിയ സേവനങ്ങൾ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടില്ലേ, നിങ്ങൾക്ക് സപ്പോർട്ട് ഏകിയിട്ടില്ലേ, അതൊക്കെ അബൂ താലിബിന് ഉപകരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇല്ല എന്നാണ്. അബൂ താലിബ് കാനഫി ഗമറാത്തിൻ മിനന്നാർ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകത്തിൻ്റെ ആഴിയിൽ, അഗാധതയിലായിരുന്നു അബൂ താലിബ് എന്നാണ് പറയുന്നത്. നരകത്തിൻ്റെ ആഴിയിലായിരുന്നു അബൂ താലിബ്. പക്ഷെ എൻ്റെ ശുപാർശ
ശുപാർശ ഷഫായത്ത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ താലിബിനെ ആ ആഴിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫീ ദഹ്ദാഹ മിനന്നാർ നരകത്തിൻ്റെ ഒരു മുകളിലെത്തിച്ചു എന്നാണ്. നരകത്തിൻ്റെ മുകളിൽ ഒരിടത്ത് കാല് മാത്രമാണ് നരകത്തിൽ, പക്ഷേ യഗ്ലി മിൻഹു ഉമ്മു ദിമാഗിഹി അദ്ദേഹത്തിൻ്റെ തലച്ചോറ് അതിനാൽ തിളച്ചു മറിയുകയാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ നോക്കി നിങ്ങൾ, തൗഹീദ് കൊണ്ട് ആദർശം കൊണ്ട് ജീവിതത്തെ കരുപിടിപ്പിച്ചിട്ടില്ലെങ്കിൽ, നേരാക്കിയിട്ടില്ല എങ്കിൽ കർമ്മങ്ങൾ ഒരു മനുഷ്യന് ഒരു ഉപകാരവും ചെയ്യൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂ താലിബിൻ്റെ ഈ സംഭവം. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അബ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവാൻ വിസമ്മതിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ല അസ്തഗ്ഫിറന്ന ലക്. അബൂ താലിബ് മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. അപ്പോൾ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ല അസ്തഗ്ഫിറന്ന ലക്, താങ്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, ഇസ്തിഗ്ഫാർ നടത്തും, മഗ്ഫിറത്തിന് തേടും. മാലം ഉൻഹ അൻക്, നിങ്ങളെ തൊട്ട് ഞാൻ വിരോധിക്കപ്പെടാത്ത കാലത്തോളം. അതായത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടുന്നത്, ഇസ്തിഗ്ഫാർ നടത്തുന്നത്, മഗ്ഫിറത്തിന് തേടുന്നത് ഞാൻ വിരോധിക്കപ്പെടാത്തിടത്തോളം കാലം ല അസ്തഗ്ഫിറന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു ഇത്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലീ ഖുർബാ. എന്താ? മാ കാന ലിന്നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാടുള്ളതല്ല. ഇവിടെ അന്നബി എന്ന് പറഞ്ഞാൽ ഈ നബിയാണ്. ഏത് നബി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാടുള്ളതല്ല. വല്ലദീന ആമനു, വിശ്വസിച്ചവർക്കും പാടുള്ളതല്ല. മാ കാന എന്നുള്ള ഇവിടെ നഫീൻ്റേതല്ല, നഹീൻ്റേതാണ്, വിരോധിക്കാണ്. വിരോധിച്ചുകൊണ്ടാണ് ഈ മാക്കാന. എന്ത്? മാക്കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിന് തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്, മുശ്രിക്കായ മനുഷ്യന് അള്ളാഹുവെ അയാളുടെ പാപം പൊറുക്കണമേ എന്ന് തേടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാടുള്ളതല്ല, വിശ്വാസികൾക്കും പാടുള്ളതല്ല. വലൗ കാനൂ ഉലീ ഖുർബ, അവർ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, അബൂ താലിബിനെ പോലുള്ള അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, മുശ്രിക്കാണോ അവർക്ക് മഗ്ഫിറത്തിന് തേടാൻ പാടുള്ളതല്ല. ആയത്തിൻ്റെ തുടർച്ച, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, ജഹീമിൻ്റെ ആളുകളാണ് അവർ, നരകത്തിൻ്റെ ആളുകളാണ് എന്ന് വ്യക്തമായതിൽ പിന്നെ, മുശ്രിക്കുകൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് വ്യക്തമായതിൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാടുള്ളതല്ല, വിശ്വാസികൾക്കും പാടുള്ളതല്ല. ഈ ആയത്തുണ്ടിറങ്ങി. മാത്രമല്ല, വഅൻസലല്ലാഹു തബാറക വതആല ഫി അബീ ത്വാലിബ്, അബൂ താലിബിൻ്റെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു. അബൂ താലിബിൻ്റെ വിഷയത്തിൽ ഇപ്പം അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവേളയിൽ സന്ദർശിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തല്ല. അപ്പം അതാണ് അബൂ താലിബിൻ്റെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത്, ഇന്നക പ്രവാചകരെ താങ്കൾ ലാ തഹ്ദീ ഹിദായത്തിലാക്കുകയില്ല, മൻ അഹ്ബബ്ത താങ്കൾ ഇഷ്ടപ്പെട്ടവരെ, വലാകിൻ അല്ലാഹ് പ്രത്യുത അള്ളാഹു യഹ്ദീ മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും എന്നായത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഇതാണ് വിഷയം, അധ്യായം ഇവിടെ ഇട്ടാണ് ബന്ധപ്പെടുന്നത്. ഈ സമയത്താണ് ആയത്തിറങ്ങുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത്, അബൂ താലിബിൻ്റെ വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ താലിബിന് ഹിദായത്ത് ഏകുവാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു മസല അനുബന്ധമായിട്ടുള്ളത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്നാണ്. താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല എന്നാണ്. അബൂ താലിബ് മുശ്രിക്കാണ്, കാഫിറാണ്. അപ്പോൾ മുശ്രിക്കായ കാഫിറായ വ്യക്തിയോട് ഹുബ്ബ് വെക്കാൻ പറ്റുമോ? അൽ ഹുബ്ബ് ഫില്ലയാണ്, വൽ ബുഗ്ദ് ഫില്ലയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഹുബ്ബ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ബുഗ്ദ്. അപ്പോൾ ദീനിൽ ഒരു കാഫിറിനോട്, മുശ്രിക്കിനോട് ഹുബ്ബ് വെക്കാൻ പറ്റുമോ? ഈ ആയത്തിൽ
തേട്ട എന്താ? അബൂ താലിബിനോട് ഹുബ്ബ് വെച്ചു എന്നാണ്. അതുകൊണ്ടല്ല ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത്. ഹുബ്ബ് രണ്ടുണ്ട്. ഒന്ന് പ്രകൃതിപരമായിട്ടുള്ള ഹുബ്ബ്, രണ്ടൊന്ന് നമ്മൾ ആദർശപരമായിട്ട് ഉണ്ടാക്കുന്ന ഹുബ്ബ്, സ്വീകരിക്കേണ്ട ഹുബ്ബ്. പ്രകൃതിയാലുള്ള ഹുബ്ബ് എന്താ? ഇപ്പം നമ്മളുടെ മാതാപിതാക്കൾ അവരവിശ്വാസികളാണെങ്കിലും അവരോട് നമുക്കൊരു ഹുബ്ബ് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. പ്രകൃതിയ ഫിത്രത്തിലൊരു ഹുബ്ബ് ഉണ്ടാവും. മാതാവാണ്, പിതാവാണ്, ആ നിലക്കൊരു ഇഷ്ടം, സ്നേഹം. അതുകൊണ്ടല്ലേ പിന്നെ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഉമ്മ ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ വന്നപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ച്, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്, അവരോട് ബന്ധം ചേർക്കട്ടെ. അതെന്താ? ഒരു സ്നേഹം നിലനിൽക്കണതുകൊണ്ടാണ്. അത് പ്രകൃതിയുള്ള സ്നേഹമാണ്. ആ സ്നേഹം അതൊരാൾക്കും തൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റാനും നീക്കാനും സാധിക്കൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹബന്ധത്തെ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യനും അതിന് കഴിയാത്തത് അള്ളാഹു കൽപ്പിക്കൂല. അപ്പം അത്തരം ഫിത്രത്തിൽ ഊട്ടപ്പെട്ടതായ ഹുബ്ബ് അത് ദീൻ വകവെച്ചതാണ്, അത് ആകാവുന്നതാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ ആദർശത്തിൻ്റെ ആളുകളോട് നമ്മൾക്കുണ്ടാകേണ്ടതായ, നമ്മൾ കൊണ്ടു നടക്കേണ്ടതായ ഹുബ്ബ് അതല്ല ഇവിടെ ഉള്ളത്. ആ ഹുബ്ബാണ് നിഷേധിക്കപ്പെട്ടുള്ളത്, അതാണ് പാടില്ലാത്തത്. ഏതായാലും ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഈ ആയത്ത് അബൂ താലിബിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞു ഹിദായത്ത് രണ്ട് നിലക്കാണ്. ഒന്ന്, ഹൃദയത്തിൽ ജനിപ്പിക്കപ്പെടുന്നതായ സത്യം സ്വീകരിക്കുവാനുള്ളതായ ഉദവി, സത്യം സ്വീകരിക്കുവാനുള്ള സഹായവും സപ്പോർട്ടും, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമാണ്. അത് പടപ്പുകളിൽ ഒരാൾക്കും ഉള്ളതല്ല, ആരും അത് ഉടമപ്പെടുത്തിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ. എന്നാൽ ഹിദായത്തുൽ ദലാലത്തി വൽ ഹുജ്ജ വൽ ഇർഷാദ്, തെളിവ് കാണിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ സന്മാർഗം അറിയിച്ചു കൊടുക്കുക, അങ്ങനെ വഴി കാണിക്കുക, മാർഗം കാണിക്കുക, ഹിദായത്ത് കാണിക്കുക, അത് പടപ്പുകൾക്ക് ആകാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നക ലതഹ്ദി, തീർച്ചയായും നിങ്ങൾ ഹിദായത്ത് ഏകുന്നു, കാണിക്കുന്നു എന്നത്. പടപ്പുകളിൽ ആരുമേ ആദ്യം പറഞ്ഞ ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്ന ഹിദായത്ത് ഉടമപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വന്തം മകന് ഹിദായത്തേകുവാൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 4 മക്കൾ സാമ്, ഹാമ്, യാഫിസ്, കനാൻ. അതിൽ കനാൻ കുഫറിൽ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൺമുമ്പിൽ വെച്ചാണ് തിര വന്ന് ആ മകനെ റാഞ്ചിയെടുത്ത് കൊണ്ടുപോയത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബിനി, ഭാര്യ, അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്തിനെ നിഷേധിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവർക്ക് ഹിദായത്ത്, ഏത് ഹിദായത്ത്? ഹിദായത്ത് ഈദി വ തൗഫീഖ് വൽ ഇൽഹാം, അത് അരുളാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ, അവർ കുഫറിൽ ഷിർക്കിൽ മരിച്ചത്. വഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ആ 2 പ്രവാചകന്മാരുടെയും ഭാര്യമാരോട് പറയുകയുണ്ടായത്. ഇതേപോലെ ആസിയ ബിന്ത് മുസാഹിം മഹദിയാണ്, സ്വർഗീയ സ്ത്രീകളിൽ നേതാവാണ്. പക്ഷേ ഭർത്താവ് ഫിർഔൻ ഷിർക്കിലും കുഫറിലുമാണ്. ആസിയ ബിന്ത് മുസാഹിം ഫിർഔനോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഹിദായത്ത് അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫിർഔന് ഹിദായത്ത് ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല. ഇങ്ങനെ ധാരാളം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്മാരിൽ അബൂ താലിബ്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്മാരിൽ അബൂ ലഹബ് എന്ന അബ്ദുൽ ഉസ്സ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂ താലിബ്, അബൂ ലഹബ് എന്ന അബ്ദുൽ ഉസ്സ കുഫറിലാണ്, ഷിർക്കിലാണ് നശിച്ചത്. അതുകൊണ്ട് തന്നെ നരകത്തിൽ കത്തിയെരിയുകയാണ്, പ്രവേശിച്ചെരിയുകയാണ് അബൂ ലഹബ് എന്ന അബ്ദുൽ ഉസ്സ. അപ്പോൾ ഇവിടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഹിദായത്ത് തഈദി വ തൗഫീഖ് വൽ ഇൽഹാം
ഉടമപ്പെടുത്തിയിട്ടില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉടമപ്പെടുത്തിയിട്ടില്ല. അത് ഉടമപ്പെടുത്തിയവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അള്ളാഹുവാണ് സമ്പൂർണ്ണൻ, അള്ളാഹുവാണ് എല്ലാം ഉടമപ്പെടുത്തിയവൻ, എല്ലാം മിൽക്കാക്കിയവൻ. അതുകൊണ്ട് എല്ലാം ഉടമപ്പെടുത്തിയ സമ്പൂർണ്ണനായ എല്ലാവിധ സമ്പൂർണ്ണ വിശേഷണങ്ങളും ഗുണങ്ങളുമുള്ള ആ റബ്ബിലേക്കാണ് അടിയാറുകൾ അവരുടെ ഇബാദത്തുകൾ കൊണ്ട് തിരിയേണ്ടത് എന്നതാണ് ഈ അധ്യായത്തിൻ്റെ തേട്ടവും അതിൻ്റെ അറിയിപ്പും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ മറ്റൊരു അധ്യായം നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ഹിദായത്ത് നമ്മളിൽ അരുളുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെട്ട് വിശ്വാസികൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.